ഒരു മഴയും ഉരുൾപൊട്ടലും കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്കുണ്ടായ നഷ്ടത്തെപ്പറ്റി ഞാൻ പറയേണ്ടതില്ലല്ലോ. അടുത്തത് നമ്മളെ കാത്തിരിക്കുന്ന മുല്ലപ്പെരിയാറാണ്. മുല്ലപ്പെരിയാർ പറഞ്ഞ എഞ്ചിനീയർ പോലും വെറും 50 വർഷമായിരുന്നു അതിന്റെ കാലാവധി പറഞ്ഞത്. ഇപ്പൊ 50, 100, 120 എല്ലാം കഴിഞ്ഞ് വർഷങ്ങൾ മുമ്പോട്ട് പൊക്കോണ്ടേയിരിക്കുന്നു. ഒരു പക്ഷേ മുല്ലപ്പെരിയാർ പൊട്ടിയാൽ ഏകദേശം 50 ലക്ഷത്തോളം വരുന്ന ആൾക്കാരുടെ മരണം. അതുപോലെ തന്നെ 5 ജില്ല, ഏകദേശം നമ്മുടെ കേരളം തന്നെ രണ്ടായിട്ട് വിഭജിക്കാൻ ഒരു വലിയ കാരണമാകും മുല്ലപ്പെരിയാർ. അപ്പൊ ഈ മുല്ലപ്പെരിയാർ ഡീകമ്മീഷൻ ചെയ്യാനായിട്ട് എന്നെ പോലുള്ള ഒരു സാധാരണക്കാരന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കുമ്പോഴാണ് ഞാൻ ഒരു ലിങ്ക് കാണാൻ ഇടയായത്. അതായത് നമ്മുടെ നാട്ടിലെ പ്രശ്നങ്ങളും മുല്ലപ്പെരിയാറിന്റെ പ്രശ്നങ്ങളും എല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മുടെ ബഹുമാനായ നമ്മുടെ പ്രധാനമന്ത്രിക്ക് നമ്മുടെ നാട്ടിലെ കുറച്ച് ആൾക്കാർ കൂടിയിട്ട് ഒരു നിവേദനം തയ്യാറാക്കിയിട്ടുണ്ട്. ഏകദേശം 20 ലക്ഷം പേരാണ് അതിനകത്ത് സൈൻ ചെയ്യേണ്ടത്. ഇപ്പൊ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ഏകദേശം 12 ലക്ഷത്തോളം പേര് അതിനകത്ത് സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഈ കാണുന്ന QR കോഡ് അല്ലെങ്കിൽ ഞാനൊരു ലിങ്ക് ഞാൻ എന്റെ ഫസ്റ്റ് കമന്റ് ബോക്സിൽ കൊടുത്തേക്കാം. അത് ജസ്റ്റ് സ്കാൻ ചെയ്യുക, നമ്മുടെ ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിട്ട് ജസ്റ്റ് നിങ്ങൾ അതിനകത്ത് സൈൻ മാത്രം ചെയ്താൽ മതി. വേറെ